എനിക്കെന്താ സംഭവിച്ചേ? പെട്ടെന്ന് നിന്റെ ബോധം പോയി. ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന് വരെ ഞങ്ങൾ സംശയിച്ചു. നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായി പോയി. എങ്ങനെ കൊണ്ടുപോകും? എല്ലായിടത്തും നിന്നെ പിടികൂടാനുള്ള നോട്ടീസ് പതിച്ചിരിക്കയല്ലേ. ഈ ആപത്ഘട്ടത്തില് നിനക്ക് CPR തന്ന് നിന്റെ ജീവൻ രക്ഷിച്ചതേ ദേ ഇവളാ. നിന്റെ ജീവൻ രക്ഷിച്ചത് ദേ ഇവളാണെന്ന് നീ അവളോട് താങ്ക്സ് പറ. താങ്ക് യു. കുറച്ച് സമയത്തേക്ക് എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കുപോലും അറിയാൻ പറ്റാതെ പോയി. ബോധം പോയ പിന്നെ നീ എന്തറിയാനാ? എന്താ സംഭവിച്ചെന്ന് നിന്നെക്കാൾ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത്. ആരവേ, നിനക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചേ? അന്നൊരു ദിവസം നമ്മുടെ റൂമിൽ വെച്ച് നിനക്ക് ഇതുപോലെ സംഭവിച്ചല്ലോ. ഇപ്പോഴും സംഭവിച്ചു. അതെ. ഇതൊരു അസുഖമാണോ? എനിക്കറിയില്ല. നമുക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? അസുഖം കണ്ടുപിടിക്കാനാ ഇവിടെ ഡോക്ടർമാരുള്ളത്. ഇന്നിവിടെ നടന്നത് അന്ന് നടന്ന പോലെയൊന്നും അല്ല. നിന്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളുടെയൊക്കെ ചങ്കുടഞ്ഞു പോയി. ആരവേ, നിനക്കിപ്പോ രണ്ടാമത് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഡോക്ടറെ കാണാം. ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അസുഖമാണെങ്കിൽ എടുക്കണ്ടേ? എന്നെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് താൻ തന്നെയാണ് ചോദിച്ചത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഡോക്ടറെ കാണാൻ പോണെന്ന്. ഡോക്ടറെ കാണാൻ ചെന്നിട്ട് ഡോക്ടർ എന്നെ തിരിച്ചറിഞ്ഞ എന്റെ അവസ്ഥ എന്താവും? അതൊന്നും വേണ്ട. ശിവനൊരു അസുഖം വന്ന് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണല്ലോ. നിങ്ങൾ പേടിക്കുന്ന പോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെ ആണ്. എടാ, അത് പിന്നെ നിനക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നമുക്ക് ഹോസ്റ്റലിൽ പോണ്ടേ? വാ വന്നേ. കിരണേ വണ്ടി എടുക്ക്, കേറ്.